ഹായ് മക്കളെ, എടാ ഇനി മുതൽ നമുക്ക് ബുക്ക് തുറന്നു വെച്ച് എക്സാം എഴുതാം. ഓപ്പൺ ബുക്ക് എക്സാം. അത് തന്നെയാണ് നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത്. മക്കളെ, എന്താണ് ഓപ്പൺ ബുക്ക് എക്സാം? നമ്മൾ പേരിലുള്ളത് പോലെ തന്നെ അതിൻ്റെ മീനിങ് പോലെ തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ വഞ്ചിക്കുന്നതോ അല്ലെങ്കിൽ പറ്റിക്കുന്നതോ ഒന്നുമല്ല. കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പുസ്തകം തുറന്നു വെച്ച് ഇനി മുതൽ നമുക്ക് എക്സാം എഴുതാം. രക്ഷപ്പെട്ടു. ഇനി കോപ്പി അടിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, നല്ല മാർക്കും വാങ്ങാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. എന്താണ് ബുക്ക് തുറന്നു വെച്ച് എഴുതാന്നുള്ള സത്യാവസ്ഥ, സത്യം തന്നെയാണോ അതോ കള്ളത്തരം പറഞ്ഞു വിടുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മക്കളെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ആദ്യമേ പറയാൻ, അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരാം. എന്താണ് ഓപ്പൺ ബുക്ക് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ട പോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ബുക്കുകൾ തുറന്നു വെച്ച് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ സാറേ ഞങ്ങൾ കോപ്പി അടിക്കില്ലേ? എടാ, ഇതിൻ്റെ ഒരു മറുവശം കൂടി നമ്മൾ ചിന്തിക്കുക. നിങ്ങളുടെ കയ്യിൽ ബുക്ക് തന്നിട്ട് എക്സാം എഴുതിക്കുമ്പോൾ ഈ എക്സാം ഇടുന്ന ആൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ മണ്ടന്മാരായിരിക്കും. വെറുതെ അങ്ങോട്ട് ബുക്ക് വെച്ചുതരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൈഹാർട്ടിലൂടെയാണ് നമ്മൾ എക്സാം എഴുതിയെങ്കിൽ നമുക്ക് അതാണ് ഈസി ആയിരുന്നത്. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്ന് വെച്ചാൽ നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ പഠിച്ചതേ വരാറുള്ളൂ. പക്ഷേ നിങ്ങളുടെ കയ്യിലേക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബൈഹാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ മനഃപ്പാടമായിട്ടുള്ള കഴിവിനെയല്ല ഇനി അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. ചിന്താശേഷി എത്രയുണ്ട്, ചിന്തിക്കാനുള്ള കഴിവ് എത്രയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഇനി വളഞ്ഞും തിരിഞ്ഞൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ബുക്ക് തന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അതാണ് ഈ ഒരു ബുക്ക്, ഓപ്പൺ ബുക്ക് എന്നുള്ള സംഭവം. ഓൾറെഡി CBSE ഈ വർഷം നടപ്പിലാക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനവും നടപ്പിലാക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം, പുസ്തകം നോക്കി പരീക്ഷ എഴുതാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ബുക്കുകൾ നോക്കി പരീക്ഷ എഴുതാമെന്നത്. ഈ പഠന സാമഗ്രികൾ പരീക്ഷയ്ക്ക് അനുവദിക്കുക. എടാ, നിങ്ങൾക്ക് എന്ത് തന്നെ വേണമെങ്കിലും, ബുക്കുകളാവട്ടെ മറ്റുള്ള എന്ത് പഠന സാമഗ്രികളാവട്ടെ, എന്ത് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, അത് അനുവദിക്കും. ഇനി 2 രീതികളാണ് നമുക്ക് എന്തുള്ളത്, ഈ നമ്മുടെ ഓപ്പൺ ബുക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട 2 രീതികളുണ്ട്. അത് ഏതൊക്കെ രീതികളാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പരിമിത രീതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധ്യാപകർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്ന പഠന സാമഗ്രികൾ മാത്രമേ എക്സാം ഹാളിലേക്ക് കയറ്റാൻ പാടുള്ളൂ. അതാണ് തിരഞ്ഞെടുത്ത പഠന സാമഗ്രികൾ. ചിലപ്പോൾ ബുക്ക് മാത്രമായിരിക്കും, ചിലപ്പോൾ നോട്ട് ബുക്ക് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാത്രമായിരിക്കും. അങ്ങനെ അവർ പറഞ്ഞു തരുന്ന മാത്രമായിരിക്കും. എന്നാൽ രണ്ടാമത്തത് 2 രീതികളുണ്ടല്ലോ, സ്വതന്ത്ര രീതിയാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് തീരുമാനിക്കാം എന്ത് കൊണ്ടുപോകണം, എന്ത് സാമഗ്രികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാം. അപ്പോൾ അതിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, ക്വസ്റ്റ്യനിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി സാറേ ഇത് എന്ന് മുതലാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, ഞങ്ങൾ അങ്ങോട്ട് പോയോക്കട്ടെ എന്ന്, എന്താണ് ഈ ഓപ്പൺ ബുക്ക് എക്സാം ഒക്കെ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നവർക്ക് എന്ന് മുതലെന്ന് വെച്ചാൽ മക്കളെ, അടുത്ത അർദ്ധവാർഷിക പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഏകദേശം ക്രിസ്മസോടൊക്കെ അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരുമെന്നാണ് പറയുന്നത്. നമുക്ക് ഉറപ്പായിട്ടില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ CBSE സിലബസിലൊക്കെ ഇത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്ന് മുതൽ എന്ന് വെച്ചാൽ അർദ്ധവാർഷിക പരീക്ഷ മുതലാണ് ഇത് നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇനി ഏതൊക്കെ വിഷയത്തിലാണ്, എല്ലാ വിഷയത്തിലും പറ്റോ സാറെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ നമ്മുടെ കണക്ക്, മാത്സ്, സയൻസ് സബ്ജക്റ്റ്, ഇംഗ്ലീഷ്, ഈ സബ്ജക്റ്റുകളിലൊക്കെയാണ് നമുക്ക് അവരൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇത് എത്രത്തോളം നമുക്ക് ഓക്കെയാണ്, ഇത് നമ്മുടെ കേരളത്തിൽ ഓക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് ഓക്കെയാണ് എന്ന് നമുക്കൊരു പരീക്ഷണം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ എല്ലാ സബ്ജക്റ്റിലും നമുക്ക് എഴുതിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതെന്തായിരിക്കും, ചിലപ്പോൾ ഫെയിൽഡായിട്ട് മാറും, ചിലപ്പോൾ അത് പരാജയപ്പെട്ടു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ് സബ്ജക്റ്റുകളിൽ മാത്രമാണ് നമുക്ക് ഓപ്പൺ ബുക്ക് എക്സാം എന്നുള്ള രീതി കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ ഏകദേശം മനസ്സിലായില്ലേ? അപ്പോൾ മക്കളെ, കോപ്പി അടിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നിലവിലുള്ള എന്ത് എക്സാമാണോ അത് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ മക്കൾക്ക് നല്ലത്. പക്ഷേ നമ്മുടെ ചിന്താശേഷി കൂട്ടും, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. മറ്റേ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പോകും, 1 കൂട്ടണം 2 ഓക്കെ. അല്ലാതെ അതെങ്ങനെ വന്നു, അതെങ്ങനെ 2 കിട്ടി, ഇത് നമുക്ക് അറിയില്ല. അപ്പോൾ ഒരു കണക്കിന് നിങ്ങളുടെ ക്വാളിറ്റി, നമുക്ക് ഗുണനിലവാരം മെച്ചപ്പെടണമെങ്കിൽ ഇതായിരിക്കും നല്ലത്. ഇനി അതല്ല മനഃപ്പാടമായിട്ട് പഠിച്ചു പോകുന്നതാണെങ്കിൽ അത് 2 രീതിയാണ്. ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കിത് അടിപൊളിയാണോ അല്ല എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് വേണ്ട, നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് റൂമും സ്കൂളും അതുപോലെ തന്നെ ഇപ്പോൾ ഡിവിഷൻ ഏതാണെങ്കിൽ ഡിവിഷൻ, ഇപ്പോൾ 8D ആണെങ്കിൽ 8D അല്ലെങ്കിൽ 9D ആണെങ്കിൽ 9D, ഇങ്ങനെ നിങ്ങളുടെ ക്ലാസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിവ്യൂ, ഇത് നല്ലതാണോ അതോ ഇത് മോശമാണോ എന്നുള്ളതും കൂടി കമൻറ്റ് ബോക്സിലിടാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ബൈ.